നമുക്ക് ഇന്നൊരു കടലക്കറി ഉണ്ടാക്കാം കേട്ടോ. അതും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാൻ രാത്രിയിൽ കടല കുതിരാൻ വെച്ചതാണ് ഇത്. വെള്ളം, ഉപ്പ്. ഇനി ഈ കടലൊരു 3 വിസിൽ വരണേ. വിസിലായിട്ടുണ്ട് കേട്ടോ. ഇത് ഓഫ് ചെയ്യാവേ. അപ്പം കടല ഇവിടെ റെഡിയാവണ നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് മസാലകൾ ആദ്യം ഇടാം കേട്ടോ. ഇത് 1 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ സാദാ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, 2-3 ഗ്രാമ്പൂ, 1 സ്റ്റാർ അനീസ്, പിന്നെ 1 കഷ്ണം പട്ട. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി. ഇതിലേക്ക് തേങ്ങ, തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കിതിന്ന് ഒന്ന് കോരി വെക്കാം കേട്ടോ. സോസ് ചെയ്യാം. നമ്മളിത് പകർത്തി വെച്ചു കേട്ടോ. ഇതിന് ചൂടാറിയിട്ട് അരച്ചെടുക്കാവേ. ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിൽ തന്നെയാണ് നമ്മൾ ബാക്കി പരിപാടി ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് കടുക്, വറമുളകും കറിവേപ്പിലും, പിന്നെ 2 ചെറിയ സവാള ഇടുന്നത്. ഈ സവാള നന്നായിട്ട് പൊരിഞ്ഞൊന്നും വരണ്ട, ഒരു മീഡിയം വേവ് മതി. ഇതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ചിക്കൻ മസാല 1 സ്പൂണിൻ്റെ അടുത്ത്. ഇപ്പം ഇട്ട പൊടികളുടെ ഒരു പച്ചക്കുത്ത് പോണവരൊന്ന് ഉണക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു കുഞ്ഞു തക്കാളി,
തക്കാളി നന്നായിട്ട് വണങ്ങിയിട്ടുണ്ട്. കുക്കറിൻ്റെ വിസിലും പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിനെ പൊട്ടി വയ്ക്കാവേ. ഇതിലേക്ക് ഈ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ 2 ചെറിയ ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും, പിന്നെ നമ്മുടെ തേങ്ങയുടെ അരപ്പ്, കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 വിസിൽ വരും കേട്ടോ. കറി ഒരു ഭാഗത്താണ് നേരം കൊണ്ട് നമുക്ക് കറി എന്താ ഒരു ഭാഗത്ത് നമ്മുടെ പുട്ടും അടുപ്പത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ 1 വിസിൽ വന്നപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. ഇനി ഈ 1 വിസിൽ ഫുൾ പോയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിളപ്പിക്കണം, നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വിസിൽ പോണവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ കുക്കറിൻ്റെ വിസിൽ മൊത്തം പോയിട്ടുണ്ട്. ഇനി ഈ കറീനെ നമ്മൾ കുറച്ച് മല്ലിയില, പിന്നെ 1 പച്ചമുളക്, ഇത് ഈ കുറഞ്ഞ തീയിൽ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചാൽ മതി. അടച്ചു വെച്ചേക്കാം കേട്ടോ. നമ്മുടെ പുട്ടടുപ്പത്ത് വെച്ചതിൻ്റെ കാറ്റ് മറ്റേ ആവി വന്നു തുടങ്ങി കേട്ടോ. ഒന്ന് പകർത്താം. അപ്പോൾ പുട്ട് റെഡി ആയിട്ടിട്ട് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ആ എണ്ണയൊക്കെ സൈഡിലേക്ക് തെളിഞ്ഞ് വന്നോളൂ. അതുപോലെ ആ മസാലയുടെ സ്മെല്ല് നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാവേ. പിന്നെ ദേ ഇത്രയും വെള്ളം, ഇത് വെള്ളം പോലെ ഇരിക്കണമെന്ന് തോന്നിക്കരുത്. ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി തിക്കാവുകയെ. അപ്പം കറി റെഡി ആയി കഴിഞ്ഞു.